ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനക്കാരനായ ദാവീദ് വിളിച്ചു പറയുന്നു, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അതേ സങ്കീർത്തനത്തിൽ തന്നെ ദാവീദ് പറയുന്നു, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നതായിട്ട് കാണാം, യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. നമ്മളെ മറയ്ക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കരുതുന്ന കർത്താവിങ്കിൽ ആശ്രയം വെച്ചുകൊണ്ട് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് എല്ലാ നന്മകളും നമ്മിൽ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുന്തിരിവള്ളി കൊമ്പുകൾ എന്നുള്ള നിലയിൽ അനേകം ദൃഷ്ടാന്തങ്ങൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വാക്കുകളിൽ പല സന്ദർഭങ്ങളിലും തൻ്റെ ജനമായ ഇസ്രായേലിനെ മുന്തിരിവള്ളിയോട് ഉപമിച്ചുകൊണ്ട് പരാമർശങ്ങൾ കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ 15:5 പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യെരമ്യാവ് 2:21 ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടു മുന്തിരിവള്ളിയുടെ തൈയായി തീർന്നതെങ്ങനെ എന്ന് ചോദിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരനും പറയുന്നുണ്ട്, മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ എന്ന് നിലവിളിക്കുന്നതായ നിലയിൽ, സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. സങ്കീർത്തനങ്ങൾ 80:14. മുന്തിരി ശിഖരങ്ങളിൽ മാത്രം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ചെടിയാണ്. പാലസ്തീൻ നാട്ടിൽ മുന്തിരിച്ചെടികൾ 3 വർഷം വളർച്ചയെത്തുമ്പോൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ശിഖരങ്ങൾ മുറിച്ചു കളയും. ചില പ്രത്യേക ഇനങ്ങളിൽ 5 ശിഖരങ്ങളിൽ 2 മാത്രമേ നിലനിർത്തുകയുള്ളൂ. വളരെ കരുതലോടും പ്രതീക്ഷകളോടും ദൈവം നട്ടുവളർത്തിയെടുത്ത മുന്തിരിച്ചെടികളിൽ ഒന്നാണ് ഇസ്രായേൽ. കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ച് വളർത്തിയെടുത്ത മുന്തിരി അവന് കാഴ്ചവെച്ചത് കാട്ട് മുന്തിരിങ്ങയത്രേ. യെശയ്യാവിന്റെ പുസ്തകം 5-1 വാക്യങ്ങൾ, ഞാൻ എൻ്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി, അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടു മുന്തിരിങ്ങ അത്രേ. ഒന്നാം ഇസ്രായേലിനെ പോലെ നമ്മെയും ആത്മീയ ശുശ്രൂഷയാകും തന്റെ മുന്തിരിത്തോട്ടത്തിൽ കർത്താവ് നട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയെയും നിലനിൽപ്പിനെയും തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന കല്ലുകളൊക്കെയും അവൻ പെറുക്കിക്കളഞ്ഞു. നമ്മെ ആക്രമിക്കുവാൻ തക്കം പാർത്തിരുന്ന ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും സുരക്ഷിതത്വം നൽകുവാൻ തക്കവണ്ണം അവൻ നമുക്ക് ചുറ്റും വേലി കെട്ടി. നമുക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ അവൻ നമുക്ക് ഗോപുരമായിരുന്നു. നമ്മുടെ ഫലങ്ങൾ കൊണ്ട് അനേകർക്ക് ആത്മീയ ദാഹശമനത്തിനായി പ്രവർത്തനക്ഷമമാകുന്ന ചക്കുകളാകുന്ന അവസരങ്ങൾ ധാരാളം അവൻ ഒരുക്കി തന്നു. സ്വർഗീയ അനുഗ്രഹങ്ങളാകുന്ന വെള്ളവും വളവും ആവോളം വലിച്ചെടുത്ത് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായി നാം പൂവണിഞ്ഞു, മുന്തിരിക്കുലകൾ പുറപ്പെടുവിച്ചു. പക്ഷേ അവ കാട്ടുമുന്തിരിയെ പോലെ ബാഹ്യമായ ആകൃതിയും പ്രകൃതിയും മാത്രമുള്ളവയായിരുന്നു. മറ്റുള്ളവർക്ക് രുചിക്കുവാൻ കഴിയാത്ത മുന്തിരിവള്ളിയുടെ യാതൊരു വൈശിഷ്ട്യവും ആസ്വദിക്കുവാൻ കഴിയാത്ത അരുചിയുള്ള ഫലങ്ങളാണോ നാം പുറപ്പെടുവിക്കുന്നത്? കർത്താവ് സകലവും അറിയുന്നു. ഇന്ന് നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതയാത്രയിൽ പിതാവേ, നീ എന്നെ വിളിച്ചു, തെരഞ്ഞെടുത്തു, നിർത്തി, എന്നെ നട്ട് വളർത്തി നല്ല ഫലം കായ്പാൻ അങ്ങ് എന്നെ ശ്രേഷ്ഠമായിട്ടുള്ളതായ പദവികളും അവസരങ്ങളും നൽകി നിലനിർത്തി.
എന്നാൽ പിതാവേ, ഞാൻ എന്തു തരം ഫലമാണ് ഞാൻ പുറപ്പെടുവിക്കുന്നത്? അങ്ങയ്ക്ക് പ്രസാദമുള്ളതായ രുചികരമായിട്ടുള്ള, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ഫലമാണോ എന്നിൽ നിന്നും പുറപ്പെട്ടു വരുന്നത്? എൻ്റെ വാക്കുകളും എൻ്റെ നടപ്പും എൻ്റെ പ്രവൃത്തിയും ക്രിസ്തുവിനായി നല്ല ഫലം കായ്ക്കുന്നതായ സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത്? ദൈവമേ, നീ സകലവും അറിയുന്നു. യേശു കർത്താവേ, അങ്ങയ്ക്കായി നല്ല ഫലം കായ്ക്കുവാൻ നീ എന്നെ തെരഞ്ഞെടുത്ത് എന്നെ നട്ട് വളർത്തി എനിക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൽകിയിരിക്കുമ്പോൾ അങ്ങയ്ക്കായി നല്ല ഫലം കായ്ക്കുവാൻ കഴിയാതെ പുറമെ ബാഹ്യമായിട്ടുള്ളതായ പ്രവൃത്തികളിൽ മാത്രം കാണുന്നവരുടെ മുൻപിൽ നല്ല ഫലം കായ്ക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥമായിട്ടും അങ്ങയുടെ സന്നിധിയിൽ നല്ല ഫലം കായ്ക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണോ എന്നിലുള്ളത്? നമുക്ക് പ്രാർത്ഥിക്കാം. യേശോപജ, അവിടുന്ന് ഞങ്ങളെ അറിയുന്ന നാഥനാണ്. ഇന്ന് ഞങ്ങളെ അവിടുന്ന് ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ നിലനിർത്തിയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹവും സമർപ്പണവും അങ്ങയുടെ മുൻപിൽ ഞങ്ങളൊരു അപേക്ഷയായിട്ട് കഴിക്കുന്നു. അങ്ങയ്ക്കായി നല്ല ഫലം കായ്പാൻ കർത്താവെ, അയോഗ്യരാകുന്ന ഞങ്ങളെ തെരഞ്ഞെടുത്ത അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ കൃപപ്രകാരം ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ആ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി കർത്താവിനായി ശ്രേഷ്ഠമായിട്ടുള്ള ഫലം കായ്ക്കുന്ന ജീവിതങ്ങളായി നിൽപ്പാൻ അടിയങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ ക്രിസ്തുവേശു മൂലം അവിടുന്ന് കൈക്കൊള്ളുമാറാകണമേ. ആമേൻ.